ബസ് റൂട്ടിൽ നിന്ന് 150 മീറ്റർ മാത്രം മാറി നല്ല കണ്ടംപററി ഡിസൈനൊക്കെ നൽകി, കൂടാതെ തന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റൊക്കെ നൽകിക്കൊണ്ട് 5 സെൻറ്റ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടുത്തി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. ഇതൊരു വില്ല പ്രോപ്പർട്ടിയാണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ തിരുമല പേയാടിന് സമീപമായിട്ട് തച്ചോട്ടാവ് മഞ്ചാടിയിലാണ് വരുന്നത്. മഞ്ചാടി ഗവൺമെൻറ് സ്കൂളിൻ്റെ സമീപത്തൊക്കെ ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല കണ്ടംപററി ഡിസൈനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ അതിമനോഹരമാക്കുവാനായിട്ട് ഫ്രണ്ടേജ് മുഴുവൻ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീടിന് വരുന്നത്. 17 അടി നീളമുള്ള ഒരു ഫ്രണ്ട് ഗേറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ എൻട്രൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട് കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിൻ്റെ ഫ്രണ്ടേജ് മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. 3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ ഫ്രണ്ടേജിൽ വന്നിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ ലഭ്യമാണ്. നല്ല മനോഹരമായ ഡിസൈൻ തന്നെയാണ് കിണറിന് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. 15x6 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. സിറ്റ് ഔട്ട് നല്ല ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൂടാതെ ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ചുമര് മുഴുവനും വോൾ ടൈലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത്. കാണുന്ന ഫ്രണ്ട് ഡോർ മുഴുവനും പ്ലാവിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. ഉള്ളിലേക്ക് കടക്കുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ലിവിംഗ് ഏരിയ. 16x15 ലിവിംഗ് ഏരിയ ഡയമെൻഷൻ. മാറ്റ് ഫിനിഷായ ടൈൽസ് തന്നെയാണ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് തന്നെയാണ് ലിവിംഗ് ഏരിയയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് തന്നെ നല്ല കിടിലം ടൈൽസും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഡിസൈനും കൂടാതെ തന്നെ ബോക്സ് മോഡലിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ. 22x15 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ചുറ്റും കാണുന്ന ചുമര് മുഴുവനും വോൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റും അവൈലബിൾ ആണ്. നല്ല വിശാലമായിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് തന്നെ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയയിൽ നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് വരുന്ന തന്നെയാണ് ഒരു ഓപ്പൺ കിച്ചൺ. പാർട്ടീഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ ഫ്രെയിമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ ഹാങ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 10x12 കിച്ചൻ്റെ ഡയമെൻഷൻ. മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് കിച്ചണിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. LED സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ചുമര് മുഴുവനും വോൾ ടൈൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ വന്നിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അതിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സ് ഒക്കെ മുകളിലും താഴെയുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണോട് കൂടെ ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 10x6 ഡയമെൻഷൻ. മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് വർക്ക് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 18x15 റൂമിൻ്റെ ഡയമെൻഷൻ. റൂം മുഴുവനായിട്ടും മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷനായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൂമിലൊരു വാൾ റൂപ്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ തേക്കിൻ തട്ട് ഡിസൈനും വന്നിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ വന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാൾ. 18x15 ഡയമെൻഷൻ. മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് ഈ ഒരു ഏരിയയിലും പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഹാൾ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ഒരു വെർട്ടിക്കൽ ഷോക്കേസ് പോലത്തെ ഒരു സെറ്റപ്പും ഈ ഒരു ഹാളിൽ നൽകിയിട്ടുണ്ട്. വിത്ത് സ്പോട്ട് ലൈറ്റ് ആണ് ആ ഒരു ഷോക്കേസ് വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു ഡെസ്ക്ടോപ്പ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 15x12 റൂമിന്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് റൂം ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് ഫ്ലോറിംഗിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വാൾ റൂപ്സും ഈ ഒരു റൂമിൽ അവൈലബിൾ ആണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. 18x15 റൂമിൻ്റെ ഡയമെൻഷൻ. മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് ഈ ഒരു റൂമിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് റൂം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂം. 15x12 റൂമിൻ്റെ ഡയമെൻഷൻ. ബാക്കിയുള്ള റൂംസിൽ കാണുന്നത് പോലെ തന്നെ മാറ്റ് ഫിനിഷ് ആയ ഒരു ഫ്ലോറിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഫാൻസി ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. 18x6 ബാൽക്കണി ഡയമെൻഷൻ. മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് ബാൽക്കണിയിലും യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ സിറ്റ് ഔട്ടിൽ കണ്ടതുപോലെ തന്നെ വാൾ ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാൽക്കണിയിൽ. സ്ട്രിപ്പ് ലൈറ്റും ഫാൻസി ലൈറ്റ് ഒക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് ഫോൾ സീലിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയുടെ സൈഡിലായിട്ട് തന്നെ സ്റ്റീലിൽ നിർമ്മിച്ച സ്ട്രിപ്പ് ബാർ മോഡൽ വരുന്ന ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലിലാണ് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 72 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.